ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പഠന സഹായിയുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരളത്തിലെ ജലവൈദ്യുത നിലയങ്ങളെ പറ്റിയിട്ടാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത നിലയമാണ് പള്ളിവാസൽ. 1931 ഫെബ്രുവരി 18 തിരുവിതാംകൂർ ഗവൺമെൻറ് അംഗീകാരം നൽകിയ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. 1940 ഇതിൻ്റെ പണി പൂർത്തിയാവുന്നത്. ഇടുക്കി ജില്ലയിലെ മുതിരപ്പുഴയിലെ ജലം ഉപയോഗിച്ചിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. രണ്ടാമത്തത് ചെങ്കുളം. പള്ളിവാസൽ പദ്ധതിയിൽ നിന്ന് ഉൽപ്പാദനം കഴിഞ്ഞ് പുറത്ത് കളയുന്ന വെള്ളം അത് ഉപയോഗിച്ചിട്ട് ജലവൈദ്യുത പദ്ധതി നടത്തുന്ന ജലവൈദ്യുത പദ്ധതിയാണ് ചെങ്കുളം. 1954 പ്രവർത്തനം തുടങ്ങുന്നത്. മൂന്നാമത്തത് നേര്യമംഗലം. ഇടുക്കിയിലെ ചെങ്കുളം, പന്നിയാർ പദ്ധതികളിലെയും മുതിരപ്പുഴയിലെയും ജലം ഉപയോഗിച്ചിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ജലവൈദ്യുതി പദ്ധതിയാണ് നേര്യമംഗലം. 1961 ഉദ്ഘാടനം ചെയ്ത ജലവൈദ്യുത പദ്ധതിയാണ് നേര്യമംഗലം. നാലാമത്തത് പന്നിയാർ. മുതിരപ്പുഴയുടെ പോഷക നദിയായ പന്നിയാർ 2 അണകൾ കെട്ടിയിട്ട് ജലം ശേഖരിക്കുന്ന പദ്ധതിയാണ് പന്നിയാർ ജലവൈദ്യുത പദ്ധതി. 1963 ഉദ്ഘാടനം ചെയ്ത പദ്ധതിയാണ് പന്നിയാർ. 5 ശബരിഗിരി. പത്തനംതിട്ട ജില്ലയിലെ മൂഴിയാറിൽ പമ്പ, കക്കി നദികളിലെ ജലം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതിയാണ് ശബരിഗിരി ജലവൈദ്യുത പദ്ധതി. 1966 മുതലാണ് വൈദ്യുത ഉൽപ്പാദനം തുടങ്ങുന്നത്. ആറാമത്തത് ഷോളയാർ ജലവൈദ്യുത പദ്ധതി. 1966 മെയ് 6 ഉൽപ്പാദനം ആരംഭിച്ച ജലവൈദ്യുത പദ്ധതിയാണ് ഷോളയാർ. ഷോളയാറിൽ അണ കെട്ടി ജലം സംഭരിച്ചിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ഷോളയാർ അണക്കെട്ടിൽ ജലം സംഭരിച്ച് വെച്ചിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഷോളയാർ. 7 കുറ്റ്യാടി. മലബാറിലെ ജലവൈദ്യുത പദ്ധതി. കോഴിക്കോട് ജില്ലയിലെ ജലവൈദ്യുത പദ്ധതിയാണ് കുറ്റ്യാടി. 1972 ഉദ്ഘാടനം. കുറ്റ്യാടി പുഴയിൽ അണ കെട്ടിയിട്ട് ജലം സംഭരിച്ച് വൈദ്യുതി നടത്തുന്ന ജലവൈദ്യുത പദ്ധതിയാണ് കുറ്റ്യാടി. എട്ടാമത്തത് ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി. 1976 ഫെബ്രുവരി 12 ഉൽപ്പാദനം തുടങ്ങിയിട്ടുള്ള ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 10 ആർച്ച് ഡാമുകളിൽ ഒന്നാണ് ഇടുക്കി. ഒൻപതാമത്തത് ഇടമലയാർ. 1987 ഫെബ്രുവരി 3 വൈദ്യുതി ഉൽപ്പാദനം ആരംഭിച്ച പദ്ധതിയാണ് ഇടമലയാർ. പെരിയാറിൻ്റെ പോഷക നദിയാണ് ഇടമലയാർ അണക്കെട്ട്. ആ ഇടമലയാർ അണക്കെട്ടിൽ നിന്നാണ് ഇടമലയാർ ജലവൈദ്യുത പദ്ധതി ഉൽപ്പാദനം നടക്കുന്നത്. പത്താമത്തത് കക്കാട്. 1999 ഏപ്രിൽ 10 പ്രവർത്തനം ആരംഭിച്ച ജലവൈദ്യുത പദ്ധതിയാണ് കക്കാട്. പത്തനംതിട്ട ജില്ലയിലെ ശബരി പദ്ധതിയിൽ നിന്ന് ജലം ഉപയോഗിച്ചിട്ടാണ് കക്കാട് ജലവൈദ്യുത പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. ലാസ്റ്റ് വൺ ലോവർ പെരിയാർ. ഇടുക്കിയിലെ നേര്യമംഗലം പദ്ധതിയിൽ നിന്നുള്ള ജലം ഉപയോഗിച്ചിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതാണ് ലോവർ പെരിയാർ ജലവൈദ്യുത പദ്ധതി. 1977 ഉദ്ഘാടനം ചെയ്ത പദ്ധതിയാണിത്. ഇത്രയാണ് കേരളത്തിലെ ജലവൈദ്യുത നിലയങ്ങൾ എന്ന് പറയുന്നത്. താങ്ക് യു.